Good morning students, welcome to this video. Last video നമ്മൾ lead acid cellന്റെ construction ആണ് പഠിച്ചത്. Construction അകത്ത് പോസിറ്റീവ് പ്ലേറ്റിനെ പറ്റി പറഞ്ഞു, നെഗറ്റീവ് പ്ലേറ്റിനെ പറ്റി പറഞ്ഞു. അതിനുശേഷം പ്ലേറ്റുകൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനുള്ള സെപ്പറേറ്റേഴ്സിനെ പറ്റിയും പറഞ്ഞു. ഇനി ഈ പ്ലേറ്റ്സും അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റും ഒക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കണ്ടെയ്നറിനെ പറ്റിയാണ് പഠിക്കുന്നത്. കണ്ടെയ്നർ മേഡ് ചെയ്തിരിക്കുന്നത് ഹാർഡ് റബ്ബർ കൊണ്ടാണ്. ഓക്കെ, ദിസ് കണ്ടെയ്നേഴ്സ് ആർ മെയ്ഡ് ഓഫ് ഹാർഡ് റബ്ബർ. ഓക്കെ, കണ്ടെയ്നർ നിർമ്മിച്ചിരിക്കുന്നത് ഹാർഡ് റബ്ബർ കൊണ്ടാണ്. ദേ ആർ മെയ്ഡ് ഓഫ് ഹാർഡ് റബ്ബർ. ഹാർഡ് റബ്ബർ കൊണ്ടാണ് ഈ കണ്ടെയ്നർ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ കണ്ടെയ്നറിനകത്താണ് നമ്മൾ പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും അതേപോലെ തന്നെ ഇലക്ട്രോലൈറ്റും എല്ലാം അക്കോമഡേറ്റ് ചെയ്യുന്നത് കണ്ടെയ്നറിനകത്താണ്. കണ്ടെയ്നർ ഈസ് മെയ്ഡ് ഓഫ് ഹാർഡ് റബ്ബർ. ഹാർഡ് റബ്ബർ കൊണ്ടാണ് ആ കണ്ടെയ്നർ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും അതേപോലെ തന്നെ സെപ്പറേറ്റേഴ്സും ഇലക്ട്രോലൈറ്റും എല്ലാം അക്കോമഡേറ്റ് ചെയ്യുന്നത് കണ്ടെയ്നറിനകത്താണ്. ഓക്കെ, ഹാർഡ് റബ്ബർ കൊണ്ട് നിർമ്മിച്ച ആ കണ്ടെയ്നറിനകത്താണ് നമ്മൾ ഈ ആക്റ്റീവ് പ്ലേറ്റ്സും സെപ്പറേറ്റേഴ്സും ഇലക്ട്രോലൈറ്റും എല്ലാം അക്കോമഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, കണ്ടെയ്നർ ഈസ് മെയ്ഡ് ഓഫ് ഹാർഡ് റബ്ബർ. ഓക്കെ, ആൻഡ് അക്കോമഡേറ്റ് ദ ആക്റ്റീവ് പ്ലേറ്റ്സ്, സെപ്പറേറ്റേഴ്സ് ആൻഡ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റിനെയും പ്ലേറ്റ്സിനെയും സെപ്പറേറ്റേഴ്സിനെ എല്ലാം അക്കോമഡേറ്റ് ചെയ്യുന്നത് ഈ ഹാർഡ് റബ്ബർ കൊണ്ട് നിർമ്മിച്ച കണ്ടെയ്നർ ആണ്. ഇനി പ്ലേറ്റ് എല്ലാം ഈ കണ്ടെയ്നറിന്റെ ഏത് ഭാഗത്താണ് റെസ്റ്റ് ചെയ്യുന്നത്? ഓക്കെ, പ്ലേറ്റ്സ് എല്ലാം ഈ പ്ലേറ്റ്സ് എല്ലാം ഈ കണ്ടെയ്നറിന്റെ ഏത് ഭാഗത്താണ് വന്ന് റെസ്റ്റ് ചെയ്യുന്നത്? തീർച്ചയായും കണ്ടെയ്നറിന്റെ ബോട്ടം പോർഷനിലായിരിക്കും പ്ലേറ്റ്സ് വന്ന് റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ബോട്ടം പോർഷനിലുള്ള കണ്ടെയ്നറിന്റെ ബോട്ടം പോർഷനിലുള്ള സെഡിമെന്റ് ചേംബറിലെ റിഡ്ജസിലാണ് വന്ന് ഈ പ്ലേറ്റ്സ് എല്ലാം വന്ന് റെസ്റ്റ് ചെയ്യുന്നു വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആ പ്ലേറ്റ്സ് എല്ലാം നിർത്തിയിരിക്കുന്നത് സെഡിമെന്റ് ചേംബറിന്റെ ആ കണ്ടെയ്നറിന്റെ അടിഭാഗത്തുള്ള ബോട്ടം പോർഷനിലുള്ള സെഡിമെന്റ് ചേംബറിലെ റിഡ്ജസിലാണ് ആ പ്ലേറ്റ്സ് എല്ലാം വന്ന് റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, വന്നിരിക്കുന്നത്. ഓക്കെ, ആ പ്ലേറ്റിനെ ഫിക്സ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് ഈ കണ്ടെയ്നറിന്റെ അടിഭാഗത്തുള്ള സെഡിമെന്റ് ചേംബറിലെ റിഡ്ജസിലാണ്. റിഡ്ജസ് എന്ന് പറഞ്ഞാൽ വരമ്പ് പോലെ ഇരിക്കുന്ന ഭാഗമാണ്. ഓക്കെ, ആ റിഡ്ജസിലായിരിക്കും വന്ന് ഈ പ്ലേറ്റ് വെച്ചിരിക്കുന്നത്. പ്ലേറ്റ് ഓക്കെ, അപ്പോൾ ഈ കണ്ടെയ്നറിന്റെ ബോട്ടം പോർഷനിലുള്ള സെഡിമെന്റ് ചേംബറിലെ റിഡ്ജസിലായിരിക്കും ഈ പ്ലേറ്റ്സ് എല്ലാം വന്ന് റെസ്റ്റ് ചെയ്ത് ഇരിക്കുന്നത്. ഓക്കെ, ദ പ്ലേറ്റ്സ് റെസ്റ്റ് ഓൺ റിഡ്ജസ് പ്രൊവൈഡഡ് അറ്റ് ദി ബോട്ടം ഓഫ് കണ്ടെയ്നർ നോൺ ആസ് സെഡിമെന്റ് ചേംബർ. ഈ കണ്ടെയ്നറിന്റെ അടിഭാഗത്തുള്ള സെഡിമെന്റ് ചേംബറിലെ റിഡ്ജസിലായിരിക്കും ഈ പ്ലേറ്റ് ഫിക്സ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്ലേറ്റ്സ് റെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലേറ്റ് ഫിക്സ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് ഈ കണ്ടെയ്നറിന്റെ അടിഭാഗത്തുള്ള ബോട്ടം പോർഷനിലുള്ള സെഡിമെന്റ് ചേംബറിലായിരിക്കും. ഇനി വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിസ് സെഡിമെന്റ് ചേംബർ? സെഡിമെന്റ് ചേംബറിന്റെ യൂസ് എന്താണ്? ഓക്കെ, ഇനി നമുക്കറിയാം സെഡിമെന്റ് ചേംബർ എന്ന് പറഞ്ഞാൽ സെഡിമെന്റ് കളക്ട് ചെയ്യാനുള്ള ചേംബർ ആണ്. എന്താണ് സെഡിമെന്റ് എന്ന് പറഞ്ഞാൽ? അവക്ഷിപ്തങ്ങൾ. ഈ കെമിക്കൽ റിയാക്ഷനിടയിൽ ഓക്കെ ഈ ആക്റ്റീവ് പ്ലേറ്റ്സിൽ നിന്ന് സെഡിമെന്റ്സ് താഴോട്ട് വീഴും, അവക്ഷിപ്തങ്ങൾ താഴോട്ട് വീഴും. പോസിറ്റീവ് പ്ലേറ്റിൽ നിന്നും നെഗറ്റീവ് പ്ലേറ്റിൽ നിന്നും. അതായത് നമുക്കറിയാം പോസിറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഓക്കെ പോസിറ്റീവ് ആക്റ്റീവ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ലെഡ് പെറോക്സൈഡ് ആണ്. നെഗറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത് സ്പോഞ്ചി ലെഡ് ആണ്. ഇതിൽ നിന്നെല്ലാം അവക്ഷിപ്തങ്ങൾ സെഡിമെന്റ്സ് താഴോട്ട് വീഴും. ഓക്കെ, സെഡിമെന്റ്സ് വിൽ ഫോൾ ഡ്യൂറിംഗ് കെമിക്കൽ റിയാക്ഷൻ. ദാറ്റ് സെഡിമെന്റ്സ് ആർ കളക്ടഡ് ബൈ ദിസ് സെഡിമെന്റ് ചേംബർ. കെമിക്കൽ റിയാക്ഷനിടയിൽ ആക്റ്റീവ് മെറ്റീരിയലിൽ നിന്ന് സെഡിമെന്റ്സ് താഴോട്ട് വീഴും. ആ സെഡിമെന്റ്സിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് സെഡിമെന്റ് ചേംബർ യൂസ് ചെയ്യുന്നത്. സെഡിമെന്റ് ചേംബർ കളക്ട് ചെയ്തില്ല എങ്കിൽ there is a chance for short circuit. ഈ സെഡിമെന്റ്സ് മൂലം ഷോർട്ട് സർക്യൂട്ടിനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കെമിക്കൽ റിയാക്ഷനിടയിൽ
താഴോട്ട് വീഴുന്ന ഈ സെഡിമെന്റ്സിനെയാണ് ഈ സെഡിമെന്റ് ചേംബർ കളക്ട് ചെയ്യുന്നത്. അങ്ങനെ കളക്ട് ചെയ്ത് മാറ്റിയില്ല എങ്കിൽ ദർ ഇസ് എ ചാൻസ് ഫോർ ഷോർട്ട് സർക്യൂട്ട്. ഒരു ഷോർട്ട് സർക്യൂട്ട് ഉള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, the active material falls down from the plate during chemical reaction, collects in the sediment chamber. അപ്പോൾ കെമിക്കൽ റിയാക്ഷനിൽ താഴോട്ട് വീഴുന്ന അവക്ഷിപ്തങ്ങളെ സെഡിമെന്റ് ചേംബർ കളക്ട് ചെയ്യുന്നു and thus prevents short circuiting, okay, through sediment. ഈ സെഡിമെന്റ്സ് വഴിയുള്ള ഷോർട്ട് സർക്യൂട്ടിനെ തടയുന്നു. ഓക്കെ, കാരണം സെഡിമെന്റ്സ് വഴി, അവക്ഷിപ്തങ്ങൾ വഴി ഷോർട്ട് സർക്യൂട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഈ ബാറ്ററിയിൽ ഡിഫറൻറ്റ് സെൽസിനിടയിൽ പാർട്ടീഷൻ വാൾ ഉണ്ട്. ഓക്കെ, പാർട്ടീഷൻ വാൾസ് ആർ പ്രൊവൈഡഡ് ബിറ്റ്വീൻ ഡിഫറൻറ്റ് സെൽസ്. ഡിഫറൻറ്റ് സെൽസിനിടയിൽ പാർട്ടീഷൻ വാൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിഫറൻറ്റ് സെൽസിനിടയിൽ പാർട്ടീഷൻ വാൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ഡിഫറൻറ്റ് സെൽസിന്റെ ഇലക്ട്രോലൈറ്റ് തമ്മിൽ മിക്സ് ചെയ്യില്ല. ഓക്കെ, in the battery container, partition walls are also provided between different cells. Different സെൽസിനിടയിൽ പാർട്ടീഷൻ വാൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇലക്ട്രോലൈറ്റ് may not mix together. ഇലക്ട്രോലൈറ്റ്, ഡിഫറൻറ്റ് സെൽസിന്റെ ഇലക്ട്രോലൈറ്റ് മിക്സ് ചെയ്യില്ല. ബിക്കോസ് പാർട്ടീഷൻ വാൾസ് ആർ പ്രൊവൈഡഡ് ബിറ്റ്വീൻ ഡിഫറൻറ്റ് സെൽസ്. വ്യത്യസ്ത സെൽസിനിടയിൽ പാർട്ടീഷൻ വാൾ കൊടുത്തപ്പോണ്ട്. അതുകൊണ്ട് ഡിഫറൻറ്റ് സെൽസിന്റെ ഇലക്ട്രോലൈറ്റ് മിക്സ് ചെയ്യില്ല, തമ്മിൽ മിക്സ് ചെയ്യില്ല. ഓക്കെ, ഇനി ഓരോ സെല്ലിനും ഓരോ ലിഡ് കാണും, ഓരോ അടപ്പ് കാണും. അതിനെ വിളിക്കുന്ന പേര് സെൽ കവർ എന്നാണ്. ഓക്കെ, സെൽ കവർ. ഈച്ച് സെൽ ഈസ് പ്രൊവൈഡ് വിത്ത് എ ലിഡ് നോൺ as സെൽ കവർ. ഓരോ സെല്ലിനും ഓരോ ലിഡ് കാണും, ഓരോ അടപ്പ് കാണും. അതിനെ വിളിക്കുന്ന പേര് സെൽ കവർ എന്നാണ്. ദാറ്റ് ഈസ് ഫിൽഡ് വിത്ത് എ വെൻ പ്ലഗ്. ആ സെൽ കവർ ഈസ് ഫിൽഡ് വിത്ത് എ വെൻ പ്ലഗ്. ഓക്കെ, വെൻഡ് പ്ലഗ്. അപ്പോൾ ഓരോ സെല്ലിന് ഓരോ ലിഡ് കാണും, ഓരോ അടപ്പ് കാണും. ദാറ്റ് ഈസ് ഫിൽഡ് വിത്ത്, ദാറ്റ് ഈസ് കവേർഡ് വിത്ത് എ വെൻ പ്ലഗ്. ആ സെൽ കവർ ഫിൽ ചെയ്തിരിക്കുന്ന വെൻ പ്ലഗ് കൊണ്ടാണ്. ആ പ്ലഗിനകത്ത്, ഈ വെൻ പ്ലഗിനകത്ത് ഹോൾസ് കാണും. ഹോൾസിന്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കെമിക്കൽ റിയാക്ഷനിടയിൽ ഫോം ചെയ്യുന്ന ഗ്യാസസിനെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വെൻ പ്ലഗിൽ ഹോൾസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ സെല്ലിനും ഓരോ അടപ്പ് കാണും, ഓരോ ലിഡ് കാണും. അതിനെ വിളിക്കുന്ന പേരാണ് സെൽ കവർ. ആ സെൽ കവർ ഫിൽ ചെയ്തിരിക്കുന്നത് വെൻ പ്ലഗ് കൊണ്ടാണ്. വെൻ പ്ലഗിനകത്ത് ഹോൾസ് ഉണ്ട്. ആ ഹോൾസ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ കെമിക്കൽ റിയാക്ഷനിടയിൽ ഫോം ചെയ്യുന്ന ഗ്യാസസിന് എസ്കേപ്പ് ചെയ്യാനാണ്. ഓക്കെ, ഇനി ഈ സെൽ കവർ ഒരു സീലിംഗ് കോമ്പൗണ്ട് കൊണ്ട് സീൽ ചെയ്തപ്പോണ്ട്. സെൽ കവേഴ്സ് ആർ സീൽഡ് വിത്ത് എ സീലിംഗ് കോമ്പൗണ്ട്. അപ്പോൾ സെൽ കവേഴ്സ് ഒരു സീലിംഗ് കോമ്പൗണ്ട് കൊണ്ട് സീൽ ചെയ്തപ്പോണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ സെല്ലിനും ഓരോ ലിഡ് കാണും, ഓരോ അടപ്പ് കാണും. അതിനെ വിളിക്കുന്നവരാണ് സെൽ കവർ. അപ്പോൾ സെല്ലിന്റെ ലിഡിനെ വിളിക്കുന്ന അല്ലെങ്കിൽ അടപ്പിനെ വിളിക്കുന്നവരാണ് സെൽ കവർ. അതൊരു വെൻ പ്ലഗ് കൊണ്ട് ഫിൽ ചെയ്തിരിക്കുകയാണ്. വെൻ പ്ലഗിനകത്ത് ഹോൾസ് കാണും. ഹോൾസ് എന്ന് പറയുന്നത് ഈ കെമിക്കൽ റിയാക്ഷനിടയിൽ ഉണ്ടാകുന്ന ഗ്യാസസിനെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ആ പ്ലഗിനകത്ത്, വെൻ പ്ലഗിനകത്ത് ഹോൾസ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ സെൽ കവറിനെ ഒരു സീലിംഗ് കോമ്പൗണ്ട് കൊണ്ട് സീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയുമാണ് കണ്ടെയ്നറിനകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ. ഓക്കെ.